ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് വൈനൊക്കെ കുടിച്ച് ക്രിസ്മസ് ആഘോഷിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു കഷ്ണം കേക്കൊക്കെ തിന്ന് കേട്ടോ. വൈൻ കുടിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ കടയിൽ നിന്നൊന്നും വാങ്ങിച്ചു കുടിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ വൈൻ ഇടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം അപ്പം നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും അല്പം മധുരമൊക്കെ കുറച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ചെയ്തില്ല, ചെയ്യാൻ സമയം കിട്ടിയില്ല. എന്തായാലും ഞാൻ ക്രിസ്മസ് കഴിഞ്ഞാണേലും ഉണ്ടാക്കട്ടാ. എനിക്ക് ഇത്തിരി വൈൻ എന്തായാലും വൈൻ ഭയങ്കര ക്രേസാണ് എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇത്തവണ എനിക്ക് എന്തായാലും സാധിച്ചില്ല. അപ്പോൾ എന്തായാലും കുടിക്കണം. ഇത്തിരി പൈനാപ്പിൾ വൈൻ ക്രിസ്മസ് കഴിഞ്ഞാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാമല്ലോ. അതപ്പോൾ 3 ദിവസമൊക്കെ കൊണ്ടുണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇൻസ്റ്റൻറ്റ് വൈൻ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസ് അവധിയൊക്കെ ആയതുകൊണ്ട് താമസിച്ചൊക്കെ എഴുന്നേറ്റാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളിരിക്കും. പക്ഷേ അതുകൊണ്ട് താമസിച്ച് രാത്രി കിടക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ രാവിലെ നമ്മുടെ ആൾ എഴുന്നേറ്റ് വരുന്നത് കൊണ്ട് നമ്മുടെ ഉറക്കമൊന്നും നടക്കൂല കേട്ടോ. അവൻ എന്നേലും മുന്നേ അവൻ എഴുന്നേറ്റിരിക്കും. അതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ഇപ്പം എല്ലാവരും നല്ല തിരക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമല്ലേ ഇപ്പം. എന്താ പറയുക, ക്രിസ്മസ് ന്യൂ ഇയറും അങ്ങനെയൊക്കെ എല്ലായിടത്തും ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല രീതിയിൽ ആഘോഷിക്കാനൊക്കെ പറ്റട്ടെ. അപ്പോൾ നല്ലൊരു ക്രിസ്മസ് ദിവസമായിരിക്കട്ടെ. പിന്നെ എന്താ, അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ കിച്ചണിലെ പരിപാടി. അപ്പോൾ ഇത്തിരി പാത്രം കിടപ്പുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ വൈകിട്ട് കഴിയാതെ അവിടെ വെച്ചേക്കും. ഒരുപാടൊന്നും കാണില്ല, നമ്മൾ രാത്രി കഴിക്കണ പാത്രം മാത്രമേ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് രാവിലെ തന്നെ കഴുകി സെറ്റാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് ഓട്സിനുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്ത് ചെയ്യുന്നറിയാം, നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് ബദാമും ഇട്ടൊന്ന് കുതിർത്തി ഒന്നില്ല തലേന്ന് തന്നെ ഞാൻ എടുത്തൊന്ന് ഫ്രീസറിൻ്റെ താഴത്ത് തട്ടി വെച്ചേക്കും. അപ്പോൾ നല്ല രീതിയിൽ തണുപ്പ് കിട്ടും. പക്ഷേ എനിക്ക് തണുപ്പ് പിടിക്കത്തില്ല. പിന്നെ ഇപ്പം മഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് ഒട്ടും പിടിക്കാത്തൊക്കെ ആൾക്കാർ കാണും. എന്നിരുന്നാലും എനിക്ക് ചില സമയം ഒന്ന് തണുപ്പ് വേണമെന്ന് തോന്നുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യാറ്. അപ്പോൾ എന്തായാലും രാവിലത്തെ കറിക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഫ്രീസറിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഓട്സ് ഇരുന്ന് ആ താഴ്ഭാഗം നമ്മൾ വെക്കുന്ന ആ ഭാഗം അങ്ങ് നല്ല രീതിയിൽ ഐസ് പിടിക്കും. അപ്പോൾ ആ ഐസിൽ ഇപ്പോഴായിട്ടാണ് അടിച്ചെടുക്കുന്നത്. എന്താണെന്നറിയത്തില്ല. അപ്പം അങ്ങനെ കുടിക്കുമ്പോഴത്തേക്കും ഒരു ഷെയ്ക്ക് കുടിച്ച ഫീലിംഗ് ആണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ രാവിലെ തന്നെ കറണ്ട് പണി പറ്റിച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ട്. അപ്പോൾ ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഇനി ഡയറ്റ് തുടങ്ങിയിട്ടുള്ള സെക്കൻഡ് പീരീഡ്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ല ഒരു ആശ്വാസമൊക്കെ ആയിരുന്നു വെള്ളം കുടിക്കുന്നതൊക്കെ കൊണ്ട്. അപ്പോൾ ഇത്തവണ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിക്ക് നല്ലൊരു പെയിനൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഞാൻ ആ വെള്ളം കൂടി സത്യം പറഞ്ഞാൽ ഇത് തുടങ്ങിയതിന് ശേഷമാണ് ആ വെള്ളത്തിൻ്റെ ആ കറക്റ്റ് ഒരു ചിലലൊക്കെ ആയപ്പോഴത്തേക്കും ഒത്തിരി സമാധാനം ഉണ്ട് കേട്ടോ. മറ്റേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു മെഫ്താൾ സ്പാസ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ കഴിക്കായിരുന്നു. അപ്പോൾ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ അത് പറഞ്ഞ് അധികം യൂസ് ചെയ്യേണ്ട, നമുക്ക് നല്ലതല്ല എന്ന്. അപ്പോൾ വാങ്ങിച്ചു തരത്തില്ലായിരുന്നു. എന്നിരുന്നാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളപ്പോഴത്തേക്കും അത് വാങ്ങിച്ച് എൻ്റെ നിർബന്ധപ്രകാരം വാങ്ങിച്ചു തരും. അപ്പം നമുക്ക് സ്ത്രീകൾക്ക് മാത്രമുള്ളൊരു സ്വകാര്യ അഹങ്കാരമാണല്ലോ അല്ലേ. ആ വേദനയെ പറ്റി ആരോടും പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. പിന്നെ ആ വേദനയാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നമ്മുടെ മക്കളുടെ കാര്യങ്ങളും എല്ലാം ചെയ്യണമല്ലോ. എല്ലാം കഴിഞ്ഞ് തളർന്നിരിക്കുമ്പോഴത്തേക്കും ഒരു ചോദ്യമുണ്ട്, ഇതൊരു അസുഖമല്ലല്ലോ, ഇതെല്ലാവർക്കും ഉള്ളതല്ലേ എന്നൊരു ചോദ്യം കൂടെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും കുശാലായി. വെറുതെ കേട്ടോ, ഞാൻ പൊതുവേ ഉള്ളൊരിത് പറഞ്ഞതാണ്. അപ്പം എന്താ പറയുക, എന്നും ജിമ്മിന് പോകണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിസ്മസ് തുടങ്ങി. ക്രിസ്മസിൻ്റെ ആ ഡേറ്റൊക്കെ ആകുമ്പോഴത്തേക്കും 2 ദിവസം അവധിയുണ്ട്, 2-3 ദിവസം അടുപ്പിച്ച് അവധിയുണ്ട്. അപ്പോൾ അത് കാരണം മുടങ്ങാനൊരു മടിയാണ്. കഴിഞ്ഞ ദിവസം പോകാതിരുന്നപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം നമ്മളിപ്പം അവിടെ ജിമ്മിന് പോകുന്നത് കൊണ്ട് തന്നെ ത്രെഡ്മില്ലാണേലും പൊക്കി വേറെ ഇതാക്കി വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് പോകാനായിട്ട് തയ്യാറാകുകയാണ്. ഇത് എൻ്റെ സൂപ്പർ ഷേക്കിൻ്റെ രാവിലത്തെ ഹെൽത്തി ഷേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. മധുരമൊന്നും ഇല്ലാതെ കുടിക്കാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചെറിയാൾക്ക് പാലും കാച്ചി കൊടുത്ത് അടക്കിയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് ഇത്തിരി പാല് കൊടുത്ത് എവിടെയെങ്കിലും അടക്കിയിരുത്തിയാൽ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും. അപ്പോൾ എൻ്റെ ഷേക്കും കുടിച്ച് ഞാൻ ഇടിയപ്പവും വെച്ച് കറിയും വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. എന്നിട്ടാണ് വന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്നത്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കുറച്ച് മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്.
പിന്നെ എന്താ പറയുക, തിരക്ക് പിടിച്ച് നടക്കുന്നതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കൽ പറ്റുന്നില്ല. അപ്പം ഒത്തിരി മെമ്പേഴ്സ് ഇപ്പോൾ ആയിട്ടുണ്ട് ഗ്രൂപ്പിൽ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ ഫുഡ്സും ഷെയർ ചെയ്യുകയും, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ ഇപ്പം എന്താ പറയുക, എല്ലായിടവും പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടുള്ള ഓരോ ഗ്രൂപ്പുകളും കാര്യങ്ങളും വെയിറ്റ് ലോസും ഒക്കെ നടത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതൊന്നും ഇല്ലാതെ തന്നെ വെറുതെ ഒരു ഗ്രൂപ്പും അതുപോലെ തന്നെ ഒത്തിരി മെമ്പേഴ്സും ഒക്കെ അതിനകത്തുണ്ട്. അവരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്യുന്ന എക്സസൈസും കാര്യങ്ങളും എല്ലാം എല്ലാം അതിനകത്ത് ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമാണ്. പിന്നെ എനിക്കങ്ങനെ വലുതായിട്ട് കയറാൻ പറ്റത്തില്ല, എന്നിരുന്നാലും അവർ നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. അതിലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരി ബാക്കി കാര്യങ്ങളെല്ലാം അവർക്ക് ഷെയർ ചെയ്യുകയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പല പല ജില്ലക്കാരും പല പല ആൾക്കാരും പല പല ജാതിയിലുള്ളവരും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ നല്ലൊരു ഐക്യതയിലുള്ളൊരു ഗ്രൂപ്പാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ആക്റ്റീവ് അല്ലെങ്കിൽ അവർ റിമൂവ് ചെയ്ത് വിടും. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. കാര്യമില്ല, ബാക്കി ഒത്തിരി മെമ്പേഴ്സ് ഉണ്ട്, അവരെല്ലാവരും നല്ല ആക്റ്റീവാണ്. അപ്പോൾ എനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ മീൻ വെട്ടിയൊക്കെ പാവം കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കരുതി അതും കൂടെയൊക്കെ കറിയും വെച്ച് പൊരിച്ച് ചോറും വെച്ചേച്ച് പോയാൽ സമാധാനം ഉണ്ടല്ലോ. എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എനിക്ക് മിക്സിയിൽ ചതയ്ക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. ഈ ഇതിലോട്ട് അങ്ങ് ചതച്ചങ്ങ് ഇടുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടും. പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ കരിഞ്ഞും പോകും എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്കും. അപ്പം ഞാൻ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങ് ആ കല്ലിലിട്ടങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട്. അല്പം ഉലുവായും പൊട്ടിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് അല്പം മല്ലിപ്പൊടി കൂടുതൽ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഇവിടെ എരിവ് അരികത്തൂടി പോകാൻ സമ്മതിക്കത്തില്ല. എരിവ് എല്ലാവർക്കും വിഷയമാണ്. മീൻകറി തന്നെ വേണമെന്നില്ല, ഒരല്പം തൈരും അച്ചാറും ഉണ്ടെങ്കിൽ ഇവിടെ ചോറ് കഴിക്കാൻ അതും മതി. എന്നിരുന്നാലും രാത്രിയിലത്തേക്ക് കറിക്ക് കിടന്ന് ഓടണ്ടല്ലോ, ആ ഒരു ഇത് കാരണം നമ്മൾ മീൻകറി സെറ്റാക്കിയതാണ്. അപ്പം ഞാനൊരല്പം കുടംപുളി ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത്, അത് കാരണം കുറച്ച് ഗ്രേവിയിൽ മാത്രമാണ് മീൻകറി വെക്കുന്നത്. ഞാൻ മീൻ ചാറ് വലുതായിട്ട് എടുക്കാറില്ലല്ലോ, ജസ്റ്റ് ഒരു മീനോയിൽ അതിൽ നിന്ന് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള കറി വെച്ചാൽ മതിയല്ലോ. അപ്പം അതും കറിയും സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള മീൻ കഷ്ണം എടുത്ത് പൊരിക്കാനും പരത്തി വെച്ച് അതും പൊരിച്ച് വെച്ചിട്ടാണ് ഞാൻ ജിമ്മിന് പോകാൻ റെഡിയായത്. അപ്പം ഇത്തിരി വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നുള്ളൂ. കാര്യം ഒരുപാട് സ്ട്രെയിൻ കൊടുക്കണ്ട എന്ന് വെച്ചിട്ടാണ്. ഇന്ന് ഈ ഒരു ദിവസമല്ലേ, അപ്പം നമ്മൾ ഒരുപാട് കിടന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രാത്രി അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ തന്നെ അനുഭവിക്കണമല്ലോ. അതുമാത്രമല്ല, ഇവിടെ വന്നിട്ട് ബാക്കി ഇനി ചെറുതിൻ്റെ കാര്യം നോക്കണം, വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലേ. എനിക്ക് സഹായത്തിന് വേറെ ആരുമില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് വീട്ടിൽ വേറെ ആരുമില്ലെന്ന്. ഇവിടെ ആരും ഇല്ല, ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മ ഇപ്പം ഇക്കാടെ പെങ്ങളുടെ വീട്ടിലാണ്. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് വേറെ ആ സഹായത്തിനൊന്നും ആരുമില്ല. അപ്പം ഞാൻ എല്ലാം ചെയ്ത് വെച്ചാണ് ജിമ്മിന് പോകുന്നത്. അല്ലെ തിരിച്ച് വന്ന് നമ്മൾ തളർന്നിരിക്കുമ്പോഴത്തേക്കും ചെയ്യലൊന്നും നടക്കത്തില്ലല്ലോ. അതുമല്ല, ഞാൻ പോയാലൊരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് വരുന്നത്. അപ്പം വന്നു കഴിഞ്ഞാൽ മോനിക്കും ചോറ് എടുക്കുക. അപ്പം നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇത്തിരി റെസ്റ്റ് എടുക്കണമെങ്കിൽ എല്ലാം ചെയ്ത് വെച്ചേച്ച് പോയാലേ നടക്കത്തുള്ളൂ. അപ്പം ഞാൻ മീനും ഒക്കെ വെച്ച് റെഡിയാക്കിയിട്ടാണ് ജിമ്മിന് പോയത്. ജിമ്മിനും പോയി അവിടെ കുറച്ച് സൈക്ലിങ്ങും അതുപോലെ തന്നെ അല്പം ത്രെഡ്മില്ലും. നമ്മുടെ ത്രെഡ്മില്ല് കണക്കല്ല കേട്ടോ, അവിടെ മറ്റേ എന്തോ ഈ മലമുകളിൽ കയറുന്ന കണക്കത്തുള്ള നമുക്ക് പൊക്കി വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതി. എനിക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തതാണ് എൻ്റെ ത്രെഡ്മില്ല്. സത്യം പറഞ്ഞാൽ അന്നത്തെ ഒരു ഇതിലെടുത്തെങ്കിലും ഇപ്പം കൊടുക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പം ജിമ്മിന് പോകുന്നത് കാരണം അത് ഉപയോഗിക്കുന്നേ ഇല്ല. മാത്രമല്ല, നമ്മൾ കയറുമ്പോഴത്തേക്കും ചെറിയ ആൾ അതിൻ്റെ പുറത്തുകൂടെ ഓടുന്ന കാരണം ഒരു പേടിയാണ്. അപ്പം അത് കാരണം കൊടുക്കാമെന്നുള്ളൊരു തീരുമാനമുണ്ട്. നമ്മൾ സെറ്റാക്കി ഒന്ന് OLX ഇട്ട് നോക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുക. നിങ്ങളെപ്പോഴും കാണാറുണ്ടല്ലോ മടക്കി തന്നെ ഇരിപ്പ്. അപ്പം കറിയൊക്കെ വെച്ച് മീനും പൊരിച്ച് ചോറും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം തൂപ്പും നടപ്പും കൂടെ കഴിഞ്ഞാൽ തുണി ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് തുണി മടക്കാനും വെച്ചിട്ടുണ്ട്. അപ്പം മടക്കലൊക്കെ വൈകിട്ടാവാമെന്ന് കരുതി. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നേരെ അങ്ങ് പോയാൽ ബാക്കി കാര്യങ്ങൾ ഇനി ഉച്ച വരെയുള്ള കുറച്ച് ഓട്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് നിറയ്ക്കാനൊന്നും ഇല്ലെങ്കിൽ ഉച്ചക്കൊരു 4-5 മണി വരെയൊക്കെ റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഈ നിൽക്കായും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെ ഏൽപ്പിച്ചില്ല. ഇവർ രണ്ടുപേരെയും കൂടി ഇവിടെ ആക്കിയിട്ട് പോലാണ് ഏറ്റവും വലിയ റിസ്ക് പിടിച്ച പരിപാടി. ഇക്കാക്ക് നോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് ഇക്ക എനിക്ക് കിട്ടത്തില്ല. സാധാരണ ദിവസങ്ങളിൽ ഇക്ക ഇല്ലാത്ത ദിവസം വീട്ടിലോട്ട് പോകുന്നതാണ്. ഞാൻ പോയില്ല, കാര്യം അവിടെ ചെന്നാൽ ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര ബഹളം. ഞാൻ കാണിച്ചു തന്നില്ല, ആ 2 ചെറിയ ആൾക്കാരും കൂടി ഭയങ്കര ബഹളമാണ്. അപ്പം അത് കാരണം ഞാൻ കരുതി ഇവിടെ തന്നെ അങ്ങ് നിൽക്കാമെന്ന്. അങ്ങനെ ഞാൻ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ട്
അപ്പോഴത്തേക്ക് ഇക്ക വന്ന്. അപ്പം ഞാൻ ജസ്റ്റ് നേരെ പോയി റെഡിയായി വന്നിട്ട് ചോറും കറികളും ഒക്കെ എടുത്ത് നല്ല വിശപ്പും പരിവേശത്തിലായിട്ടാണ് വന്നത്. അപ്പം എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് ഇതായിരുന്നു. മീനുണ്ട്, സാലഡുണ്ട്, അല്പം പരിപ്പുണ്ട്, ചോറും ഇത്തിരി ബീട്രൂട്ടും ഉണ്ട് കേട്ടോ. അപ്പം ചിലർ പറയും ബീട്രൂട്ട് എടുക്കണ്ട ബീട്രൂട്ട്, പക്ഷെ അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ബീട്രൂട്ട് നല്ലതല്ലേ, ബീട്രൂട്ട് എല്ലാവരും കഴിക്കാൻ പറയുന്നൊരു സാധനമല്ലേ. അപ്പോൾ ഡയറ്റ് നോക്കുമ്പോൾ ബീട്രൂട്ട് കഴിക്കല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പാലക്കിൻ്റെ ഇലയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇവിടെ കോൺവെൻറ്റ് സ്ക്വയറിലെ പച്ചക്കറി കട കിട്ടുമെന്ന് പറഞ്ഞ് അവിടെയൊക്കെ ഞാൻ പോയി അന്വേഷിച്ച്, നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റുകളിലും ഞാൻ ഇവിടുത്തെ ഒട്ടുമിക്ക പച്ചക്കറി കടകളിലും ചോദിച്ചു. ഇനിയിപ്പോൾ സീസൺ വല്ല അവൈലബിൾ അങ്ങനെ വല്ലതും ഉണ്ട് എനിക്കറിയത്തില്ല. അതുകൊണ്ടായിരിക്കാം കിട്ടിയില്ല. ഞാൻ കെ എമ്മിലൊക്കെ പോയതാണ്. അപ്പോൾ കെ എമ്മിലുണ്ടാകുന്നൊരു ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ആദ്യം പോയി തപ്പിയത്. കാര്യം എന്നിന് ഏറ്റവും വലിയ നമ്മുടെ ഇവിടുത്തെ ഒരു പച്ചക്കറി കട, ഹോൾസെയിൽ കട കെ എം ആണല്ലോ. അപ്പം ഞാൻ അവിടെ പോയായിരുന്നു കേട്ടോ. അവിടെ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഇവിടങ്ങളിൽ മിക്ക സ്ഥലത്തും ഇല്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹത്തിലാണ്. അപ്പോൾ വൈകിട്ട് ജസ്റ്റ് ഒന്ന് ബാങ്കിലൊക്കെ പോകണമായിരുന്നു. പോയിട്ട് വന്നിട്ട് മുറ്റമൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ചില സമയം ഇപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്ക് നല്ല മഴയാണല്ലോ. അപ്പോൾ മഴ പെയ്യുന്നതിന് മുന്നേ മൊത്തം തൂത്തൊതുക്കി റെഡിയാക്കി. അപ്പോൾ എനിക്ക് ഇത്തിരി പപ്പടക്ക ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതും എടുത്ത് അരിഞ്ഞ് കഴിച്ച്. ചെറുപയർ രാത്രിയിലത്തേക്ക് അതും ഇട്ടിട്ടുണ്ട്. അപ്പം ചെറുപയറൊക്കെ നല്ലതല്ലേ, പ്രോട്ടീൻ അല്ലേ. അപ്പം പണ്ടൊക്കെ ചിലർ പറയും ചെറുപയറും കടലയൊക്കെ കഴിച്ചാൽ വണ്ണം വെക്കുമെന്ന്. അങ്ങനെയുണ്ടോ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പപ്പടക്കായും ഒരു 5 ബദാമോളം എടുത്തിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ഈവനിങ്ങിന് എടുത്തിരുന്നത്. ഞാൻ അതുപോലെ ഒരു ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ കപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിതിൽ കുടിച്ചാലേ തൃപ്തിയാകത്തുള്ളൂ. ഞാൻ ഗ്ലാസ്സിൽ കുടിക്കത്തില്ല. എനിക്ക് ഗ്ലാസ്സിൽ കുടിക്കുന്നതിലും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഈ കപ്പ്. അപ്പോൾ എല്ലാവരും കളിയാക്കുന്നുണ്ടായിരുന്നു ആദ്യം, ഇതാണോ ഒരു ഗ്ലാസ് എന്ന്. ഞാനത് നിറച്ചൊന്നും എടുക്കത്തില്ല. ഇതിൻ്റെ ആ ഒരു മുടിലേ എടുക്കത്തുള്ളൂ. പക്ഷെ എന്നാലും അതിൽ കുടിക്കുന്നതാണ് എനിക്ക് ഭയങ്കര തൃപ്തി. അപ്പോൾ വന്നതിന് ശേഷം കുറച്ചുകൂടി പാത്രമൊക്കെ കഴിയാനുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്താലും ആദ്യം ആ വാഷ് ബേസിനിൽ കിടക്കുന്ന സാധനമാണല്ലോ ഏറ്റവും വലിയൊരു പണിയെന്ന് പറയുന്നത്. അപ്പോൾ രാത്രിയിലത്തേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. അല്പം ചെറുപയർ വെറുതെ ജസ്റ്റ് ഉപ്പ് ഒരു സവാള അരിഞ്ഞിട്ട് വേവിച്ചെടുത്തതാണ്. അതിൻ്റെ ഒപ്പം ഒരു റോബസ്റ്റ പഴവും എടുത്ത്. അപ്പോൾ രാവിലത്തേക്കുള്ള അപ്പത്തിന് അരക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി അതുകൂടി അങ്ങ് അരച്ചെടുത്താൽ രാവിലെ അപ്പോൾ ഇതിലേക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ. അപ്പോൾ അതും അങ്ങ് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി. വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന മാവിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചില്ല, ആ ഒരു മാവാണെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ അത് കിട്ടിയില്ല. അത് കാരണം ഞാൻ രാവിലെ തന്നെ അരിയുടെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്പം ചോറും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി മാത്രമായിട്ട്. അപ്പം അരക്കാനിടുന്ന ദിവസം ഞാൻ ചില സമയം അവലില്ലെങ്കിൽ മാത്രം ചോറ് അല്പം കൂടുതൽ ഇട്ടേക്കും. അപ്പം അവലിനും കിടന്ന് ഓടുണ്ടല്ലോ, അരച്ച് വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാമെന്ന് കരുതി. അപ്പോൾ ഇക്ക വന്നതേ ഉള്ളൂ. ഇക്കാക്കുള്ള കറിയും രാവിലത്തേക്ക് ഉള്ള എല്ലാം സെറ്റാക്കി വെച്ചാൽ ബാക്കി ഇനി രാത്രി ഇപ്പോൾ ഇവർക്ക് കഴിക്കാനുള്ളതും കൂടെ കൊടുത്താൽ രാത്രി ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഒരാൾ ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ബാക്കി ചോറും അതുപോലെ തന്നെ അവന് മുട്ടയും കൂടെ പൊരിച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ പുതിയ കണ്ടുപിടുത്തം നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഫോണിൽ ഇങ്ങനെ കൈയൊന്ന് ജസ്റ്റ് കാണിച്ചാൽ ക്യാമറ ഓണാകുന്ന സെക്ഷനുണ്ട്. ഞാൻ ഒരു വട്ടം പേടിച്ചു പോയിട്ട് തനിയെ ക്യാമറ ഓണായപ്പോഴത്തേക്കും. പക്ഷെ ഇതായിരുന്നു സംഭവം. നമ്മുടെ കൈ ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് തനിയെ അത് ഓണാകുകയാണ്. അപ്പോൾ അവന് മുട്ടയും അതുപോലെ തന്നെ ചോറും കൊടുത്ത് കുറച്ച് സവാള റോസ്റ്റ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു മുട്ടയും കൂടെ അങ്ങ് പൊട്ടിച്ചൊഴിച്ച് മുട്ട തോരനും ആക്കി രാത്രിയിലത്തേക്ക് ഇക്കാക്കുള്ള ഭക്ഷണം റെഡിയാക്കി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ മസ്റ്റായും കമൻറ്റ് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായമാണ് എൻ്റെ വീഡിയോ ചെയ്യാനുള്ള ഉന്മേഷമൊക്കെ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അടുത്തൊരു വീഡിയോയുമായി വരുന്നതോടേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ. അപ്പോൾ എന്താ പറയുക, നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും അടിപൊളി ഒരു ക്രിസ്മസ് ആഘോഷം നന്നായി നടക്കട്ടെ.